ഹായ് മച്ചന്മാരെ, നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഇതേപോലത്തെ ഒരു വവ്വാൽ പ്ലെയിൻ ആണ്, അഥവാ ബാറ്റ് പ്ലെയിൻ എന്നും പറയും. ഇതിൻ്റെ മെയിൻ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് വവ്വാൽ പോലെ പറക്കുക, സാധാ പ്ലെയിൻ പോലെയല്ല, വവ്വാൽ പോലത്തെ എന്താ പറക്കുക. ഞാൻ ഇപ്പം കാണിച്ചു തരാം. ഈ പ്ലെയിൻ ഉണ്ടാക്കി നമുക്ക് ആദ്യമായിട്ട് അതേപോലത്തെ ഒരു A4 ഷീറ്റാണ്. അത് നമുക്ക് ഇതേപോലെ രണ്ടായിട്ട് മടക്കാം. അതിനുശേഷം നമുക്കിത് നാലായിട്ട് മടക്കാം. ഇത് വീഡിയോ കാണുന്ന പോലെ ജസ്റ്റ് ഒന്ന് ഇതേപോലെ മടക്കി കൊടുത്താൽ മതി. ഇതേപോലെ തന്നെ അപ്പുറത്തെ പീസും മടക്കി കൊടുത്താൽ അത് നാലായിട്ട് കാണാം. നമ്മളിതാ നാലായിട്ട് മടക്കിയിട്ടുണ്ട്. നമുക്ക് ഇതേപോലെ തന്നെ വെച്ചതിന് ശേഷം നമ്മൾ ഒരു സൈഡ് എടുത്തിട്ട് വീഡിയോ കാണുന്ന പോലെ ജസ്റ്റ് ഈ സൈഡ് കറക്റ്റായിട്ട് അതേപോലെ വീഡിയോ കാണുന്ന പോലെ ചെയ്യുക. ഇതേപോലെ തന്നെ നമുക്ക് രണ്ട് സൈഡും ചെയ്യേണ്ടതായിട്ടുണ്ട്. ശ്രദ്ധിച്ച് തന്നെ ചെയ്യുക. നല്ല എഡ്ജെല്ലാം കറക്റ്റ് ഷാർപ്പായിട്ട് നിന്നാൽ നല്ല രസം ഉണ്ടാകും കാണാൻ. ഇപ്പോൾ നമുക്ക് അപ്പുറത്തെ സൈഡും ഇതേപോലെ തന്നെ ചെയ്യാം. രണ്ട് സൈഡും മടക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ അപ്പുറത്തെ സൈഡ് എടുത്തിട്ട് ഇതേപോലെ ജസ്റ്റ് ഒന്ന് മടക്കി കൊടുക്കുക. വീഡിയോ കാണുന്ന പോലെ തന്നെ ചെയ്യുക. ഇതേപോലെ നമുക്ക് രണ്ട് സൈഡും ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരു സൈഡ് ചെയ്ത് ഇനി നമുക്ക് അടുത്ത സൈഡും അതേപോലെ തന്നെ ചെയ്യാം. ഇനി നമുക്ക് അത് തുറന്നതിന് ശേഷം ജസ്റ്റ് ഒന്ന് അതേപോലെ തുറന്നതിന് ശേഷം നമുക്ക് അത് തിരിച്ച് പിടിച്ചിട്ട് ഈ മൊന ഭാഗവും ആ ഭാഗവും നമ്മൾ തമ്മിൽ യോജിപ്പിച്ച ശേഷം നമുക്ക് ഇതേപോലെ മടക്കി കൊടുക്കുക. സിമ്പിളാണ് പരിപാടി. ജസ്റ്റ് ഒന്ന് നല്ലതായിട്ട് മടക്കി കൊടുക്കുക. ഇനി നമുക്ക് ഈ എഡ്ജ് അവിടെ തൊടുന്ന രീതിയിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് മടക്കി കൊടുക്കുക. അതേപോലെ നമുക്ക് അപ്പുറത്തെ സൈഡും ചെയ്യേണ്ടതായിട്ടുണ്ട്. ഈ എഡ്ജ് ഇവിടെ വരുന്ന രീതിയിൽ നമുക്ക് മടക്കി കൊടുക്കുക. രണ്ട് സൈഡും മടക്കിയിട്ടുണ്ട്. രണ്ട് സൈഡും അതേപോലെ മടക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ എഡ്ജ് നമുക്ക് മേലോട്ടേക്ക് മടക്കി കൊടുക്കുക. അതിനുശേഷം നമുക്ക് തിരിച്ച് പിടിച്ചതിന് ശേഷം ആ മോനഭാഗം നമുക്ക് അകത്തോട്ടേക്ക് മടക്കി കൊടുക്കുക. അതിനുശേഷം നമുക്ക് ജസ്റ്റ് ഒന്ന് വീഡിയോ കാണുന്ന പോലെ ഇതേപോലെ മടക്കി കൊടുക്കുക. ഇനിയാണ് നമ്മളെ പ്രധാനപ്പെട്ട ഇത് വരുന്നത്. ശ്രദ്ധിച്ച് ചെയ്യുക. ഈ ഭാഗം നമുക്ക് കറക്റ്റായിട്ട് നടുവിൽ കൂടെ തന്നെ നമുക്ക് മടക്കി കൊടുക്കേണ്ടതായിട്ടുണ്ട്. കറക്റ്റ് നടുവിലാവണം, എന്നാലേ നമുക്ക് മര്യാദയ്ക്കുള്ള റിസൾട്ട് കിട്ടുള്ളൂ. നമ്മൾ ഒരു സൈഡ് കറക്റ്റായിട്ട് മടക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് അപ്പുറത്തെ സൈഡും മടക്കേണ്ടതായിട്ടുണ്ട്. കറക്റ്റായ മാത്രമേ കറക്റ്റായ റിസൾട്ട് കിട്ടുള്ളൂ. പ്രത്യേകം ശ്രദ്ധയോടെ ചെയ്യാം. നമ്മളിതാ രണ്ട് സൈഡും ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ബാക്ക് വശം ഇതേപോലെ ജസ്റ്റ് ഒന്ന് മടക്കി കൊടുക്കുക. ഇതോടെ നമ്മൾ പ്ലെയിനിൻ്റെ പരിപാടി കംപ്ലീറ്റ് ആയിട്ട് കഴിഞ്ഞിട്ട് നമുക്കിത് ടെസ്റ്റ് ചെയ്യാം. സംശയ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയാം, നമ്മൾ ചെയ്തുതരാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ ബെൽബട്ടൺ മറക്കാതെ എനേബിൾ ചെയ്യാം. വ്യത്യസ്തമായ വീഡിയോസുകളും ഇനി അടുത്ത ആഴ്ച കാണാം. അതിരിക്കും. ദിസ് ഇസ് റിഷാൽ സൈനിങ് ഔട്ട്.